ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജു വീണ്ടും SIT കസ്റ്റഡിയിൽ. പുതിയ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യം അന്വേഷണ സംഘം കോടതിയിൽ ഉന്നയിച്ചത്. അതേസമയം കട്ടിളപ്പാളിയിലെ സ്വർണം കടത്തിയ കേസിൽ KS ബൈജുവിന്റെ ജാമ്യം കൊല്ലം വിജിലൻസ് കോടതി തള്ളി. അരുൺ രാജ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അരുൺ, എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇപ്പോൾ ഈ കസ്റ്റഡിയിൽ വാങ്ങിയ ബൈജുവിൽ നിന്ന് അന്വേഷണ സംഘം വിവരങ്ങൾ തേടുന്നത്? ശബരിമല സ്വർണ്ണക്കള്ള കേസുമായി ബന്ധപ്പെട്ട് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പുറത്തേക്ക് കൊണ്ടുപോയതിൽ വലിയ ഇടപെടൽ നടന്നു. ഇക്കാര്യത്തിൽ ഇടപെടൽ എങ്ങനെയാണ് ഉണ്ടായത്? ഇക്കാര്യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ ഭാഗത്തു നിന്നാണോ ഇടപെടൽ ഉണ്ടായത്? അത് മറ്റ് സമ്മർദ്ദങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും ഈ KS ബൈജുവിൽ നിന്ന് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. കാരണം നേരത്തെ പത്മകുമാർ നൽകിയ മൊഴി, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ പത്മകുമാറിന്റെ മൊഴി അനുസരിച്ച് തന്ത്രിയുടെ കൂടി വലിയ സ്വാധീനം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ദേവസ്വം ബോർഡിലെ അംഗങ്ങൾക്ക് ഇക്കാര്യത്തിൽ പങ്കില്ല, പകരം ജീവനക്കാർക്കാണ് പങ്ക് എന്നതായിരുന്നു അദ്ദേഹം നൽകിയ മൊഴി. ക്ഷമിക്കണം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത ഇക്കാര്യത്തിൽ വരുത്താൻ അന്വേഷണ സംഘം KS ബൈജുവിൽ നിന്ന് ഇപ്പോൾ തേടുന്നത്. ഒരു ദിവസം, അതായത് ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മുമ്പായി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർത്തീകരിക്കണമെന്നുള്ളതാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പക്ഷേ KS ബൈജു ഇതുമായി ബന്ധപ്പെട്ട തുടക്കത്തിൽ തന്നെ താൻ പറഞ്ഞിരിക്കുന്ന വാദങ്ങളിൽ പിന്നോട്ട് പോകാൻ തനിക്കില്ല. കാരണം തനിക്ക് കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയില്ല. ദേവസ്വം ബോർഡ് പറഞ്ഞതനുസരിച്ചാണ് താൻ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തത്. തനിക്ക് ഇക്കാര്യത്തിൽ നേരിട്ട് അറിവോ മറ്റു കാര്യങ്ങളോ ഇല്ല. താൻ സാമ്പത്തിക നേട്ടം തന്നെ ഉണ്ടായിട്ടില്ല എന്ന വാദമാണ് KS ബൈജു ഇപ്പോഴും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിന് തന്നെ KS ബൈജുവിനെ കൊല്ലം വിജിലൻസ് കോടതിയിൽ എത്തിക്കും. അവിടെ വെച്ചായിരിക്കും ഈ ദ്വാരപാല ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട കേസിൽ ജാമ്യം നൽകണമോ അതോ റിമാൻഡിലേക്ക് പോകണമോ എന്ന കാര്യത്തിൽ കോടതി തീരുമാനമെടുക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.